ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഹാക്കിങ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് ഒരു ടെക്നിക്കും അറിയാത്ത ഒരാൾക്ക് നമ്മളെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഹാക്കിംഗ് പഠിക്കണമെന്നോ ഹാക്കർ ആവണമെന്നോ ഇല്ല. ഗസ് ചെയ്ത് നമ്മുടെ പാസ്വേഡ് കണ്ടുപിടിച്ച് നമ്മളെ ഹാക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ പാസ്വേഡ് ഇട്ടേക്കുന്നത് അയാളുടെ പേര് @123 എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ടായിരിക്കും ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ നമ്പറായിരിക്കും ഇട്ടേക്കുന്നത് പാസ്വേഡായിട്ട്. അപ്പം ഇത്തരത്തിലുള്ള കോമൺ പാസ്വേഡ്സുകൾ ഇടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ പേര്, വൈഫിൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേരൊക്കെ വെച്ച് പാസ്വേഡുകൾ ഇടുന്നത് കൊണ്ടോ ആണ് വളരെ സിമ്പിളായിട്ട് ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ ഹാക്ക് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് പറ്റുന്നത്. എങ്കിൽ ഹാക്കിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോട്ട് ഓഫ് ടെക്നിക്സ് അവൈലബിൾ ആണ് ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. അതിൽ പറഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഇന്ന് 20,000+ ഒക്കെ ഇഷ്ടം മാതിരി, അതായത് 20,000 ഒന്നുമില്ല, 1,00,000 അടുത്ത് വരുന്ന വേർഡുകൾ ഏതൊക്കെ രീതിയിൽ പാസ്വേഡുകൾ വരാമെന്നുള്ള വേർഡുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ് അതൊക്കെ. അപ്പോൾ ആ വേർഡുകൾ, ഇപ്പം ഐ ലവ് യു, അല്ലെങ്കിൽ ഐ മിസ് യു, ഡാർലിങ് @123, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെ പേര് വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യ @123. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോമൺ പാസ്വേഡുകളുടെ ഫയലുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അറ്റാക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് ഈ ഫയൽ യൂസ് ചെയ്തുകൊണ്ട് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടത്തിയിട്ട് സിമ്പിളായിട്ട് നമ്മളുടെ പാസ്വേഡുകളെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാസ്വേഡ് ഇടുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കാര്യം ഗസ് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഗസ് ചെയ്ത് ഇടാൻ പറ്റാത്ത പാസ്വേഡുകൾ നോക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ പേരൊന്നും വെച്ച് 123 ഒന്നും ഇട്ട് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഏത് പാസ്വേഡ് ആണെങ്കിലും അത് സ്ട്രോങ് ആയിരിക്കണം. അതിൽ തന്നെ ഷോ ചെയ്യും വീക്ക് പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് ആണോ, ടു സ്ട്രോങ് പാസ്വേഡ് ആണോ എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണും. അതിൽ സ്ട്രോങ് പാസ്വേഡ് തന്നെ നോക്കുക. ക്യാപിറ്റൽ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ കൊടുക്കണം, സ്മോൾ കൊടുക്കേണ്ടടുത്ത് സ്മോൾ കൊടുക്കണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കേണ്ടടുത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഫോണിലാണെങ്കിലും നമ്മളുടെ ലാപ്പിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സിസ്റ്റത്തിലാണെങ്കിലും നമ്മുടെ ഇമെയിലിന്, നമ്മുടെ ഫേസ്ബുക്കിനും, നമ്മുടെ ഇൻസ്റ്റഗ്രാമിനും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾ ചെയ്യണം. എന്നിട്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ നോക്കുക. ഇമെയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ന ഡിവൈസിൽ നിന്ന് മാത്രമേ കയറി കഴിഞ്ഞാൽ മാത്രം പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഡിവൈസിൽ നിന്ന് പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് മറ്റൊരു ഡിവൈസിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിടുക. ഈ വന്ന കാലത്ത് നമുക്കൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ആർക്കും ആരോടും ഒരു സിമ്പതി കാര്യങ്ങളൊന്നുമില്ല. ക്യാഷിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ഫോണിൽ കാര്യങ്ങളുമാണ്. പിന്നെ അതുപോലെ തന്നെ OTP ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഒരിടത്ത് OTP ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന OTP ജെന്യുവൻ ആണോ നോക്കുക. അവരിൽ നിന്നാണോ വന്നതെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം കൊടുക്കുക. ഏത് കാര്യത്തിനാണ് ചോദിച്ചാലും OTP എന്ന് പറയുന്ന സാധനം നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ബാങ്കിലുള്ള പൈസ മൊത്തം പോയി കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഹാക്കേഴ്സ് ആർ എവരിവെയർ. ടെക്നിക്കൽ ഹാക്കേഴ്സും നോൺ ടെക്നിക്കൽ ഹാക്കേഴ്സും നമുക്ക് ചുറ്റുമുണ്ട്. സോ ബി കെയർഫുൾ. നിങ്ങളുടെ പാസ്വേഡ് വളരെ സ്ട്രോങ് ആക്കി തന്നെ കീപ്പ് ചെയ്യുക. നിങ്ങൾ 2 or 3 months കൂടുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക.
ഇത് നിങ്ങൾക്ക് വലിയ ഒരു ഇൻഫർമേഷൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ടൂ മച്ച് ഇൻഫർമേഷൻസ് ഇതിനെപ്പറ്റി എല്ലാവർക്കും തരുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എപ്പോഴും പട്ടിയുടെ വാല് കുഴലിലിട്ട് കഴിഞ്ഞാൽ അത് നേരെയാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ വീണ്ടും ഈ പാസ്വേഡുകളുടെ കാര്യത്തിൽ ഒന്നെങ്കിൽ പേരറ്റ് 123 എന്ന് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ സ്ഥലം വെറ്റ് 123, അല്ലെങ്കിൽ വൈഫിൻ്റെ പേരറ്റ് 123, അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡോണ്ട് ഡൂ ദാറ്റ്. അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പ്രൈവസി മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കേണ്ട ഒരു അവസരമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഹാക്കേഴ്സ് ആർ എവരിവെയർ.